ഹായ് ഓൾ, ദിസ് ഇസ് തേഴ്സ്ഡേ ഈവനിങ്. ചേച്ചിമാരെയും നോക്കി ടെറസിന് മേളിൽ കയറി ഇരുന്നിട്ട് കുറച്ച് നേരമായി. മൂത്തയാൾ സൈക്കിളിലും ആമീനെ കൊണ്ടാക്കാനാണ് ചെയ്യാറ്. ഇന്ന് എടുക്കാനായിട്ട് അച്ഛനാണ് പോയിരുന്നത്. വീട്ടിനകത്ത് പോലും കയറാണ്ട് ബാഗിനകത്ത് നിന്ന് ഒരു പാർസൽ എടുക്കുന്ന ധൃതിയിലാണ് ആമി. ഞങ്ങൾക്ക് രാജീസ് കിച്ചൺ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഒരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. ആമി ഫ്രഷ് ആയിട്ട് വന്നതിന് ശേഷം മാത്രമേ അത് പൊട്ടിക്കാവൂ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ ഫ്രഷ് ആവാൻ പോയിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ അവർക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുളിച്ച് റെഡിയായിട്ട് വന്നിട്ട് അടുക്കളയിൽ നിന്നൊരു കഥ പറച്ചിലുണ്ടാവും. ഇന്ന് മുഴുവൻ സംഭവിച്ച എല്ലാ കാര്യങ്ങളും, ലഞ്ച് കഴിച്ചതും സ്നാക്സ് കഴിച്ചതും ഷെയർ ചെയ്തതും കൂട്ടാടുകൂടെ കളിച്ചതും അടി കൂടിയതും മാം പറഞ്ഞ കാര്യങ്ങളും നാളെ ചെയ്യേണ്ട കാര്യങ്ങളും ഇന്ന് രാത്രി ഉറങ്ങുന്നത് വരെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആൾക്കാർ വാതോരാതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. കേട്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറയാറില്ല. ഈവനിങ് സ്നാക്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് മൂത്തയാളുടെ ട്യൂഷൻ ക്ലാസ്സിലോട്ട് ആക്കാനാണ്. ഈ ട്യൂഷൻ ആക്കാനും എടുക്കാനും പോകുന്ന 5 മിനിറ്റ് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം അത്രയും നേരം എനിക്ക് കടൽ കാണാൻ വേണ്ടി പറ്റും. കടലിനോട് അടുത്താണ് ജീവിതമെങ്കിലും വളരെ റയറായിട്ട് മാത്രമേ കടൽ ഡെയിലി കാണാൻ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാ ദിവസവും എനിക്ക് കടൽ കാണാൻ പറ്റും എന്ന് തന്നെയാണ് പ്രത്യേകത. സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരമാലയുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, നേരിട്ട് കാണാൻ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് എന്നത്തെയും പോലെ അല്ലാണ്ട് കുറച്ച് അധികം നേരം കടൽ നോക്കി നിൽക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് മഴ പെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും വീട്ടിലോട്ട് പോയി. വീട്ടിലെത്തിയപ്പോഴത്തേക്കും ആമയ്ക്ക് ആ പാർസൽ പൊട്ടിച്ച് തന്നെ ആകണമെന്ന് വാശിയായി. ബൂസ്റ്റിനും ഹോർലിക്സിനും പകരം പാലിൻ്റെ കൂടെ എന്ത് ഓൾട്ടർനേറ്റീവായിട്ട് ഹെൽത്തി ആയിട്ട് കൊടുക്കാം എന്ന കുറേ നാളത്തെ ആലോചനയ്ക്ക് ശേഷമാണ് രാജീസ് കിച്ചൺ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഈ ഒരു സാധനങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത്. പാർസൽ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് ഇവർക്ക് കോംപ്ലിമെൻ്ററി ഗിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ഗിഫ്റ്റ് മാത്രം മതിയെന്നായി ആമിക്ക്. ഹെൽത്ത് മിക്സ്, സ്വീറ്റ് പൊട്ടറ്റോ പൗഡർ, റാഗി ചോക്കോ മാൾട്ട്, ABC പൗഡർ, നേന്ത്രം മിക്സ് എന്നിവയാണ് ഈ കിറ്റിനകത്ത് ഉണ്ടായിരുന്നത്. ഇതെല്ലാം കൂടി അത്യാവശ്യം ഓഫറിനാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്കിത് ലാഭകരമായിട്ടാണ് തോന്നിയത്. കെമിക്കലൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ മക്കളുടെ ഹെൽത്തിനെ അത് ഒരിക്കലും ബാധിക്കത്തില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഇതിനകത്ത് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് പാക്ക് ഉണ്ടായിരുന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സാധനം കൈ കിട്ടിയപ്പോൾ എനിക്കും സന്തോഷമായി, മക്കൾക്ക് സന്തോഷമായി. പൊതുവെ മിനിറ്റിന് അടി കൂടിക്കൊണ്ടിരുന്ന ഇവർക്ക് ഇപ്പോൾ വീണ്ടും ഒരു കാരണം കൂടെയായി അടി കൂടാനായിട്ട്. എനിവേ, താങ്ക് യു രാജീസ് കിച്ചൺ. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.